നമസ്കാരം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വീണ്ടും കോണ്ടാക്റ്റ് ചെയ്യുമോ? എന്താവും അവരുടെ ഇപ്പോഴത്തെ വികാരങ്ങൾ? എന്തായിരിക്കും അവരിപ്പോൾ അനുഭവിക്കുന്നത്? അവർ മടങ്ങി വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്താണ് അവരുടെ ഉദ്ദേശം? എന്തായിരിക്കും ഈ റിലേഷനിൽ അടുത്ത് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുമായി ഇനി നിങ്ങൾക്ക് വീണ്ടും റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ പേഴ്സൺ എന്താവും ഇപ്പോൾ ചിന്തിക്കുന്നത്? വരൂ, നമുക്ക് ടാരോ കാർഡിലൂടെ നോക്കാം. നമുക്ക് 3 കാർഡുകളാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. 7 ഓഫ് സോർഡ്സ്, 2 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ദി മൂൺ. നമുക്ക് കാർഡിലൂടെ വിശദമായി നോക്കാം. 7 ഓഫ് സോർഡ്സ് ഉദ്ദേശിക്കുന്നത് അവൻ അല്ലെങ്കിൽ അവൾ എന്ത് അനുഭവിക്കുന്നു എന്നതാണ്. വഞ്ചന, ഒളിച്ചോട്ടം, സത്യം മറയ്ക്കൽ എന്നിവയാണ് ഈ കാർഡ് തരുന്ന മീനിങ്. നിങ്ങളുടെ പേഴ്സൺ ഒന്നും കൃത്യമായി എവിടെയും ഒത്തുചേരുന്നില്ല. അവർ എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നു. അവർക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ധൈര്യമില്ല. ഇപ്പോഴും അവർ കൺഫ്യൂസ്ഡ് ആണ്. അടുത്തത്, അവർ എന്തുകൊണ്ടാണ് അവർക്ക് തീരുമാനം എടുക്കാൻ പ്രയാസം എന്നതിൽ 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. അനിശ്ചിതത്വം, തിരഞ്ഞെടുപ്പ്, ബാലൻസ് കണ്ടെത്തൽ എന്നൊക്കെയാണ് ഈ കാർഡ് തരുന്ന മീനിങ്. ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് അവൻ അല്ലെങ്കിൽ അവൾ ഇപ്പോഴും ഒരു തിരഞ്ഞെടുപ്പിലാണ്. അതായത് ഇത് തുടരണോ അതോ ഇതില്ലാതെ മുന്നോട്ട് പോകണോ എന്നൊക്കെയുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് അവരുടെ മനസ്സ് ഇപ്പോഴും. ഇതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഈ ബന്ധത്തിൻ്റെ ഭാവി അതിൽ ദി മൂൺ എന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ദുരൂഹത, പരിഭ്രാന്തി എന്നീ തുടങ്ങിയ അർത്ഥങ്ങളാണ്. ഈ ബന്ധത്തിൽ ദുരൂഹതയുണ്ട്. എന്തൊക്കെയോ മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ കേൾക്കൂ, കാരണം എല്ലാ കാര്യങ്ങളും ഇപ്പോഴും വ്യക്തമായിട്ടില്ല. നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡാണ് ഇപ്പോൾ പ്രധാനം. അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. അവരിൽ ഭയവും ഇൻസെക്യൂരിറ്റിയും കാണുന്നുണ്ട്. നിങ്ങളെ അവൻ അല്ലെങ്കിൽ അവർ ഓർക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും അവിശ്വാസത്തിലാണ്. തീരുമാനം എടുക്കാൻ അവർക്ക് ധൈര്യം വന്നിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യുക. കൃത്യമായി മനസ്സിലാക്കുന്നത്